നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ 8 ഫീറ്റിൻ്റെ കിണറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കണ്ടോ, നമ്മൾ ഇവിടെ വാർത്തിട്ടിറങ്ങി തേക്കാതെ വന്നപ്പോൾ മുകളിൽ പിന്നെ ഇവിടെ തന്നെ വെച്ച് അതിൻ്റെ മുകളിൽ തന്നെ കാസ്റ്റ് ചെയ്ത് വാർത്തതാണ്. ഇതിനകത്ത് അടിയിൽ എങ്ങനെയുണ്ട് നോക്കാം, കാണാൻ പറ്റുമെന്നറിയില്ല. വ്യക്തമാവില്ല, നമ്മുടെ ഈ മൊബൈലിൽ വ്യക്തമാവില്ല. എന്നിട്ട് ഏകദേശം 25 ഫീറ്റോളം വെള്ളമുണ്ട് ഇപ്പോൾ ഇതിൽ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഈ 8 ഫീറ്റിൻ്റെ അടിയിൽ 7-ൻ്റെ 6 ഫീറ്റ് താഴ്ത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ പാറ കിട്ടി, നമ്മൾ ഇറങ്ങി വെച്ച് താത്തു പോയപ്പോൾ പാറ കിട്ടി. അപ്പോൾ അവിടെ ഗ്യാപ്പുള്ളത് നോക്കിയപ്പോൾ 7-ൻ്റെ പോവും, സൈഡിലാണ് പാറ കിട്ടി. അങ്ങനെ 7-ൻ്റെ വെച്ച് താത്തിട്ടുണ്ട്. 25 ഫീറ്റ് വെള്ളം കിട്ടും. ഇപ്പോൾ ഇവിടെ വലിയ ബിൽഡിങ് വരുന്നതാണ്. ഇത് ഗാർഡിയൻ കൺസ്ട്രക്ഷൻസ് അവരുടെയാണ് ഈ വർക്ക്. അവരുടെ വർക്കുകളൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. അവരുടെ കുറേ വർക്കുകളുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇറങ്ങി വാർക്കുന്നതെന്ന് പറഞ്ഞാൽ. മുകളിൽ ഏകദേശം 4.5 ഇഞ്ച് കനം വരും. ഈ റിങ്ങിൻ്റെ 4.5 ഇഞ്ച് കനം വരുന്ന റിങ്ങാണ്. നല്ല സ്ട്രോങ് ആണ്. ഉള്ളിൽ ഫുള്ള് സ്റ്റീൽ എല്ലാം കൊടുത്ത് നല്ല കോൺക്രീറ്റ് റേഷ്യോയിൽ തന്നെയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കാര്യം വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെ ആകുമ്പോൾ അവരിത് ചെക്കിങ് എല്ലാം നടത്തും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം അത്ര സ്ട്രോങ് തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ വലിയ ബിൽഡിങ്, ഫില്ലർ, അതിൻ്റെ പൈലിംഗ് എല്ലാം വരുമ്പോൾ അത്ര സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ അത്ര സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. അതുപോലെ നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് എപ്പോഴും നമ്മൾ ഈ കോൺക്രീറ്റിൽ മെയിനായിട്ട് സിമെൻറ്റും മെറ്റൽ ഇവിടെ ജെല്ലി എന്നാണ് പറയുന്നത്. മെറ്റലും കുറയ്ക്കാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് ഈ നിർമ്മാണം. ഇതിപ്പം ക്യൂറിങ് ആക്കും. എല്ലാ ദിവസം 3 തവണ വെള്ളം ഒഴിക്കും ഇതിൽ മേളിൽ വാർത്തിറങ്ങിനും. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാം. ഓക്കെ, ബൈ.